ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കിക്കൊണ്ട് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടാകും. VS രഞ്ജിത്ത് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുകയാണ്. രഞ്ജിത്ത്, പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന, ഈദ്ഗാഹുകൾ ഒരുക്കുന്നു. മഴയാണ് എങ്കിലും ഒരുക്കങ്ങൾ ഏതു തരത്തിലാണ്? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്, ആഘോഷത്തിന്റെ ദിനം കൂടിയാണ്. കുടുംബങ്ങൾ ഒത്തുകൂടുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, സൗഹൃദം പങ്കിടുക, ഇതൊക്കെ ഇന്നത്തെ ദിനത്തിലെ കാഴ്ചകളാണ്. VS രഞ്ജിത്ത്. രജിത്ത്, തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് കൽപ്പിക്കപ്പെട്ട, അവർക്ക് നിശ്ചയിക്കപ്പെട്ട രണ്ട് ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാൾ, വലിയ പെരുന്നാൾ എന്നൊക്കെ അറിയപ്പെടുന്ന ബക്രീദ് എന്ന് അറിയപ്പെടുന്ന ഈ ദിവസം എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ തന്നെ പ്രാർത്ഥനകളിൽ മുഴുകുക എന്നുള്ളതാണ് ബലിപെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഈദ് നമസ്കാരത്തോടൊപ്പം അതിന് മുന്നോടിയായിട്ടുള്ള പ്രാർത്ഥനകളിൽ ആ പ്രാർത്ഥനകളോടുകൂടി തുടങ്ങുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പുലർച്ചെ സുബഹി നമസ്കാരത്തിൻ്റെ സമയം മുതൽ ഈ ഈദ് നമസ്കാരം വരെ വലിയ പ്രാർത്ഥനകളോടുകൂടിയുള്ള ദിവസമായിരിക്കും. അതിനുശേഷം ലുഹിയത്ത് എന്നറിയപ്പെടുന്ന ഈ ബലിപെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബലി നൽകുക എന്നുള്ളതാണ്, മൃഗബലി എന്നുള്ളതാണ്. ആ ബലി നൽകുന്നത് ഇബ്രാഹിം നബിയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട്, ഇബ്രാഹിം നബി അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം മകനെ ബലി നൽകാൻ മുതിർന്നു എന്നുള്ളതാണ്. ആ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാളായി ആഘോഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഉത്സവമായിട്ടാണ് ബലിപെരുന്നാൾ കണക്കാക്കപ്പെടുന്നത്. ഇന്ന് ഈദ്ഗാഹിന് ശേഷം വിശ്വാസികൾ കൂടിച്ചേരുകയും കുടുംബങ്ങളുമായി കൂടിച്ചേർന്ന് ആഘോഷങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മൃഗബലി നൽകിയ മൃഗത്തിൻ്റെ മാംസം അത് പങ്കുവെക്കുകയും കൂട്ടുകാർക്കും അതുപോലെ അയൽവാസികൾക്കും ബന്ധുക്കൾക്കുമൊക്കെ വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ സാധാരണഗതിയിലുള്ള ആഘോഷങ്ങളും പാട്ടും ഭക്ഷണവും ഒക്കെ ഈ ബലിപെരുന്നാൾ ദിവസവും ഉണ്ടാവും. ഏതായാലും മലബാറിൽ വലിയ ആഘോഷങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇന്ന് കോഴിക്കോട് കടപ്പുറവും കോഴിക്കോട് വിനോദസഞ്ചാര മേഖലകളുമൊക്കെ ആളുകളെ കൊണ്ട് നിറയും. അതുപോലെ തന്നെ വീടുകൾ വലിയ ആഘോഷങ്ങൾ കൊണ്ട് നിറയും. ഈ രഞ്ജിത്ത്. ശരി, VS രഞ്ജിത്ത് വിശദാംശങ്ങൾ കോഴിക്കോട്ട് നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു. ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്.